ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് അഭിപ്രായ സർവേ, ഇടുക്കിയാർക്കൊപ്പം അഭിപ്രായ സർവേ എത്തി നിൽക്കുന്നത് ഇപ്പോൾ പീരുമേട് നിയോജക മണ്ഡലത്തിലെ പീരുമേട്ടിലാണ്. പീരുമേട് ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ആർക്കാണ്? ഞാൻ ബഹുജൻ സമാജ് പാർട്ടിക്ക്. ബഹുജൻ സമാജ് പാർട്ടി BSP. ഓക്കെ ഓക്കെ. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു മാറിച്ചിന്താ? ഞങ്ങൾ നേരത്തെ തൊട്ട് ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രവർത്തകരും. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ജോയ്സ് ജോർജിനൊപ്പം ആയിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം പറഞ്ഞാൽ ജോയ്സ് ജോർജ് ഇവിടെ MP ആയിരുന്ന സമയത്താണ് MP ഉണ്ടെന്ന് അറിഞ്ഞത്. അദ്ദേഹം അഞ്ച് വർഷം MP ആയിരുന്നതിന് ശേഷം ഈ ഞങ്ങളുടെ ഈ പീരുമേട് നിയോജകമണ്ഡലത്തിലേക്ക് കടന്നു കയറിട്ട് പോയിട്ട് പോലുമില്ല. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയം പോലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ ജയിക്കാൻ സാധ്യത വളരെ കുറവ് അദ്ദേഹം ജോയ്സ് ജോർജിന് സാധ്യത. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി എല്ലാ വർഷവും ഉള്ള പോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ വർഷം മിക്കവാറും LDF ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടനോട്ടെ? ഞാൻ UDF കാരനാണ്. വോട്ട് ചെയ്യണ്ടേ? ഇത്തവണ ആർക്കാ വോട്ട്? LDF-നോ UDF-നോ? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? പറയാൻ പറ്റത്തില്ല. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഇത്തവണ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ജോയ്സ് ജോർജിനോ? ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഒന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത മത്സരമാണോ? അതെ. ചേട്ടൻ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ജയിക്കുന്നവർ ജയിക്കട്ടെ. നമുക്ക് ഈ ബസ്സിൽ വേണം ഒന്ന് കയറാം. ഇടുക്കി ആര് ജയിക്കും? എനിക്ക് എങ്ങനെ അറിയാം? എന്നാലും ചേച്ചിക്ക് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? അത് ആര് ജയിക്കണമെന്ന് എനിക്കറിയത്തില്ലേ. കോൺഗ്രസ് ജയിക്കണമെന്ന്. ചേച്ചി, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ഇപ്പം ഈ വർഷം കോൺഗ്രസിനുള്ളതാ. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? കോൺഗ്രസിനാണ്. ചേട്ടൻ എന്നാ പറയാനുള്ളത്? ഇടതുപക്ഷം. അപ്പോൾ വോട്ടുണ്ടോ? ഇത്തവണ ആരാണ് ജയിക്കാൻ സാധ്യത ഇടുക്കിയിൽ? ആർക്കാന്ന് വെച്ചാ എങ്ങനെ പറയാനാ? അത് റിസൾട്ട് വരുമ്പോ പറയാം ആർക്കാന്ന്. ആർക്ക് ചെയ്യാനാണ് ആഗ്രഹം? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഞങ്ങൾക്കോ അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും ഒന്നുമില്ല. അതുകൊണ്ട് ആര് ജയിക്കണം? ഇടുക്കിയിൽ ആര് ജയിക്കണം? ജയിക്കണം. പിന്നെ ചേട്ടാ, ഇടുക്കിയിൽ ആരായിരിക്കും? ഇടുക്കി കോൺഗ്രസ് ഭരണം കിട്ടിയാൽ നല്ലതാ. ഗിരിയാക്കോസ് നല്ലത് ചെയ്തിട്ടുണ്ട്. അതന്നെ കോൺഗ്രസ് മതി. ഇടുക്കിയിൽ ആര് ജയിക്കണം? ആര് ജയിച്ചാലും ഞങ്ങളെ പോലെ വായിച്ചാൽ പെൻഷൻ കിട്ടണം. അതാണ് ആദ്യം. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നത്. അത് നല്ല പാർട്ടി വാർത്ത. ഇവിടെ കോൺഗ്രസ് തന്നെ ജയിക്കണം. കോൺഗ്രസ് തന്നെ. ഇടുക്കി ആര് ജയിക്കും? ഇടുക്കിയില്ല ആര് ജയിച്ചാലും കോറിന് കുമ്പളല്ല കഞ്ഞി. ആര് ജയിക്കണമെന്ന് ചേട്ടൻ ആഗ്രഹം? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഞാൻ വിചാരിക്കുന്ന ആൾ ജയിക്കത്തില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ നാട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരമാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അപ്പം ചേട്ടൻ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്കോ? ഞാൻ ഇവിടെ ആര് ജയിക്കുന്നത് ഞാൻ പറയത്തില്ല. ജോയ്സിന് ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ജോയ്സ് ജോർജിന് ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മറന്നു പോലെ ഇരിക്കും. അല്ല, ഞാൻ ഈ ബസ്സിൽ ഇരുന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലേ ഈ വിരല് ചലിക്കുന്ന പോലെ ഇരിക്കും. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഇത്തവണ ആര് ജയിക്കും? ജോയ്സ് ജോർജ്. അപ്പൊ അമ്മയുടെ വോട്ട് ജോയ്സ് ജോർജിനാ? ചേച്ചി, വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? ഓക്കെ. ഇത്തവണ ആർക്കൊപ്പമായിരിക്കും ഇടുക്കി? ഇടുക്കിയിൽ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നന്മ ചെയ്യണം. കാട്ടുമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ മേല. ഇതിനൊരു ഭേദഗതി വരുത്തുന്നത് നല്ലതായിരിക്കും. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ചേട്ടാ? ഇടുക്കി LDF. ചേട്ടൻ്റെ അഭിപ്രായത്തിലോ? LDF. ഞങ്ങൾ LDF അനുഭവമായതുകൊണ്ട് LDF പറയാൻ അത് വേറെ നിവൃത്തിയില്ല. അപ്പൊ അതിനർത്ഥം ഇല്ല, നിവൃത്തിയില്ലെന്നല്ല, LDF അനുഭവമാണ്. LDF വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നു. പറയാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചതേ പറഞ്ഞ അത്ര പോരാ. അല്ല, അങ്ങനെ പറഞ്ഞല്ല. ഞങ്ങൾ LDF അനുഭവമായതുകൊണ്ട് എല്ലാവരും LDF. ചാൻസ് LDF. താങ്ക് യു.